കേരളത്തിൽ ഇപ്പോൾ അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു ജലദോഷം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധ രോഗവുമായി ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടികളിൽ നമ്മൾ ഈ ചോദിച്ചതുപോലെയുള്ള പരിശോധന നടത്തുകയാണെങ്കിൽ, അതായത് ഇൻപേഷ്യന്റ് ആയിട്ട് ന്യൂമോണിയയോ അതുപോലെയുള്ള പ്രശ്നങ്ങളുമായി കിടക്കുന്ന കുട്ടികളുടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 മുതൽ 6% വരെ, അതായത് 100-ൽ 3 മുതൽ 100-ൽ 6 കേസ് വരെ ഈ വൈറസ് മൂലം ഉണ്ടാകാം. മറ്റനവധി വൈറസുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ജലദോഷം മുതൽ ന്യൂമോണിയ വരെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് വിളിക്കുന്ന HMPV ഫോർ ദ വാസ്റ്റ് മെജോറിറ്റി, ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും വെറും മൂക്കൊലിപ്പും ജലദോഷവും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സ്പഷ്ടമായി പറഞ്ഞത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമുള്ള കണക്കുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഇപ്പോൾ വെറും മൂക്കൊലിപ്പുമായിട്ട് വരുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്രകാരമുള്ള സങ്കീർണമായിട്ടുള്ളതും വിലപിടിപ്പുള്ളതുമായ ചിലവേറിയമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ഡോക്ടർമാർ ചെയ്യാറില്ല. കാരണം താനെ മാറുന്ന രോഗമാണെങ്കിൽ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ചിലവ് നമ്മൾ ചെയ്ത് ഈ വൈറസ് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ചില റിസർച്ച് സെറ്റിംഗിൽ, സർവൈലൻസ് എന്നൊക്കെ പറയും, ആ റിസർച്ച് സെറ്റിംഗിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരിശോധനകൾ വേണ്ടി വന്നേക്കാം. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള രോഗികളിൽ ഏത് വൈറസ് ആണ് ഉള്ളത് എന്നുള്ള സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ പരിശോധനകൾ ചെയ്യാറുണ്ട്. അപ്രകാരം പരിശോധന ചെയ്തപ്പോഴാണ് ബാംഗ്ലൂരിൽ ഇതുപോലെ 2 കുഞ്ഞുങ്ങൾക്ക്, 1 വയസ്സിൽ താഴെയുള്ള 2 കുഞ്ഞുങ്ങൾക്ക് ഈ വൈറസ് ഉണ്ട് എന്ന് മനസ്സിലായത്. പക്ഷെ അതിന്റെ അർത്ഥം ഈ വൈറസ് ചൈനയിൽ നിന്നും ഇങ്ങോട്ട് സഞ്ചരിച്ചു വന്നു എന്നുള്ളതൊന്നുമല്ല. ചൈനയിലുമുണ്ട്, കെനിയയിലുമുണ്ട്, അമേരിക്കയിലുമുണ്ട്, നെതർലൻഡ്സിലുണ്ട്, വിയറ്റ്നാമിലുണ്ട്. ഏത് രാജ്യത്തു നിന്നുള്ള പബ്ലിക്കേഷൻസ് നമുക്ക് എടുത്തു നോക്കാം, പബ്മെഡിൽ സെർച്ച് ചെയ്താൽ മാത്രം മതി. എല്ലാ രാജ്യങ്ങളിലും, അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ വൈറസിന്റെ സാന്നിധ്യം എല്ലായിടത്തും തന്നെയുണ്ട്. അതിന്റെ പ്രത്യേകത ഈ 3 മുതൽ 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ് പ്രധാനമായും ഈ രോഗം വരുന്നത്. രോഗമെന്ന് പറയാൻ സാധിക്കുകയില്ല, ഇൻഫെക്ഷൻ എന്ന് പറയാം. അവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവരുമായി കോണ്ടാക്ട് ഉള്ള മുതിർന്നവർക്കും ഈ ഒരു ജലദോഷ ലക്ഷണങ്ങൾ വരാറുണ്ട്. എന്നാൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇതിലൊന്നുമല്ല. ആസ്മ ടെൻഡൻസി ഉള്ള കുട്ടികൾ, ചില കുട്ടികൾക്ക് അവരുടെ ശ്വാസകോശത്തിന്റെ രീതി വെച്ചിട്ട് അവർക്ക് ഈ അവരുടെ എയർവേസ് എന്ന് പറയും, പെട്ടെന്ന് അവർക്ക് വലിവുണ്ട് ഉണ്ടാകാനുള്ള ടെൻഡൻസിയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഈ ഇപ്രകാരമുള്ള HMPV മാത്രമല്ല, ഏത് വൈറസ് ഇതുപോലെ ശ്വാസകോശ വൈറസ് ബാധിച്ചാലും അവർക്ക് ചിലപ്പോൾ ഒരു ആസ്മ അറ്റാക്ക് അല്ലെങ്കിൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നേക്കാം. അതങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമല്ല, അങ്ങനെ മരണമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ഇനി അതുപോലെ തന്നെ വളരെ ചുരുക്കം പേർക്ക് നേരത്തെ ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള 2 കുട്ടികൾക്ക് ഉണ്ടായതുപോലെയുള്ള ബ്രോങ്കോ ന്യൂമോണിയ, ഒരു പ്രത്യേക തരത്തിലുള്ള ന്യൂമോണിയയാണ്. ആദ്യത്തെ കുട്ടി ആശുപത്രി വിട്ട് സുഖം പ്രാപിച്ചു, 2ാമത്തെ കുട്ടി ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് ഈ ബ്രോങ്കോ ന്യൂമോണിയ. പഠനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 4 വയസ്സ് വരെ, 3 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾ, ഏത് രാജ്യത്തും ആയിക്കൊള്ളട്ടെ, കുട്ടികളുടെ നമ്മുടെ സ്രവം, അതായത് സീറം ബ്ലഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുൻകാലങ്ങളിൽ ഈ HMPV വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ട് എന്ന് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഈ വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് 100% എന്നാണ് പറയുന്നത്. 90 to 100% കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്, നമ്മൾ ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ചൈനയിൽ എന്തോ സംഭവിക്കുന്നു, അടുത്ത ദിവസം നമ്മുടെ ഇന്ത്യയിൽ സ്ഥിരീകരിക്കും കേൾക്കുമ്പോൾ നമുക്ക് കോവിഡിന്റെ ഓർമ്മകളാണ് സ്വാഭാവികമായിട്ടും വരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ആണല്ലോ നമ്മൾ ആദ്യമായിട്ട് ഈ ഇന്ത്യയിൽ ഈ രോഗം കണ്ടെത്താനാകുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല, എങ്കിലും കേരളത്തിലെ ആരോഗ്യ സംവിധാനം ഇത്ര മെച്ചപ്പെട്ട ആയതുകൊണ്ടും മറ്റുമൊക്കെയാണ് നമ്മളിവിടെ ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് കേസ് കേരളത്തിൽ സ്ഥിരീകരിക്കുകയും ആ സമയത്ത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ മാധ്യമങ്ങൾ നടത്തുകയും ജനങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നതായിട്ട് നല്ല ഓർമ്മയുണ്ട്. എന്നാൽ അതിന് സമാനമായിട്ടുള്ള ഒരു സംഗതി അല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപറ്റിയുള്ള വിജ്ഞാപനം ICMR തന്നെ അതേപ്പറ്റി ഇന്നുള്ള അപ്ഡേറ്റ്സ് അടക്കം അവരൊരു ഡോക്യുമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഡോക്യുമെന്റിന്റെ രത്ന ചുരുക്കം ഇതാണ്: പേടിക്കേണ്ട കാര്യമില്ല, ഇത് പുതിയ വൈറസ് അല്ല, പണ്ടുകാലം മുതലുള്ളതാണ്. അത് ബാംഗ്ലൂരിൽ പരിശോധന നടത്തിയപ്പോൾ മാത്രമാണ് ഇവർക്ക് കണ്ടെത്താനായത്. ഇത് ചൈനയിൽ നിന്നും വന്നതായിട്ടുള്ള യാതൊരു സൂചനയുമില്ല. ഈ കുട്ടികൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ഈ ഫോറിൻ ട്രാവൽ, വിദേശയാത്രയുടെ ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നും
നമുക്കറിയാം കേരളം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് വിദേശ പ്രവാസികളുള്ള ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് സീസണാണ്. അപ്പോൾ വിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ വരും, അപ്പൊ അവരൊരു വൈറസ് കൊണ്ടുവരുമോ, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല.